ഹായ് മക്കളെ, അപ്പം എല്ലാവരും വളരെ സന്തോഷത്തിലും ചെറിയ ഞെട്ടലുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇലക്ഷൻ്റെ ആ ഒരു ആഹ്ലാദത്തിലായിരുന്നു നമ്മളെല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് നീറ്റ് റിസൾട്ട് വന്നു എന്ന് പറയുന്നത്. കുറേ നല്ല നല്ല കോൾസ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഡോപ്പ വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന്, പ്രത്യേകിച്ച് യാതൊരു സ്കോളർഷിപ്പ് കട്ട് ഓഫ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിൽ നിന്ന് മാത്രം എടുത്ത് അതിലവരെ പഠിപ്പിച്ചു. 1-to-1 മെൻറ്റർഷിപ്പ് ഒക്കെ കൊടുത്ത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട്, ഇതുവരെ ഡോപ്പൻ്റെ 3-ാമത്തെ വർഷം ബെസ്റ്റ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടുകൂടി പറയുകയാണ്. ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം 711 2 പേർക്കാണ് വന്നിട്ടുള്ളത്. 700-ന് മുകളിൽ ഇപ്പം കറൻ്റ്ലി നമുക്കൊരു 4-5 പേര് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടാം, റിസൾട്ട് കൂടാം. നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗവൺമെൻറ് MBBSൽ കയറ്റാനുള്ള ആ ഒരു പ്രയാണത്തിലാണ് ഡോപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉള്ളതും. സോ അതിൽ ഭയങ്കര സന്തോഷം ഫോർ ദ ഓൾ സപ്പോർട്ട്. പിന്നെ ഉള്ളത് വളരെ കുറേ പേര് കോൾ ചെയ്യുന്നുണ്ട്. 651, 658 അങ്ങനെ കുറേ മാർക്ക് വാങ്ങി കുറേ പേര് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാൻ അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റിസൾട്ടിന് ശേഷം നമുക്ക് കുറേ വലിയ വലിയ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർക്ക് 685ഉം 690ഉം 695 ഒക്കെ മാർക്ക് വാങ്ങിയ ആളുടെ ചോദിച്ചു കഴിഞ്ഞ വർഷം എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ കാര്യത്തിലാണ്. അതായത് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്, ഒന്നും കൂടി ഇരിക്കാൻ അല്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവർ കഴിഞ്ഞ വർഷം എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. കാരണം കുറേ പേര് പറയുന്നുണ്ടാവും ഇനി അങ്ങോട്ട് ചിലപ്പം കഴിഞ്ഞ വർഷം 650 മാർക്ക് വാങ്ങിയാൽ നല്ല കോളേജിൽ കയറാവുന്ന ഈ വർഷം 650 മാർക്ക് വാങ്ങിയ ആൾക്കാർ കട്ട് ഓഫിന് താഴെ പോകുന്നൊരു കാഴ്ച വളരെ വളരെ വേദനിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ കോമ്പറ്റീഷനാണ്, മത്സരമാണ്, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കിട്ടാൻ പോകുന്ന അത്രയും വലിയൊരു സ്പേസും അത്രയും വലിയൊരു പ്ലേസും അത്രയും വലിയൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് കഷ്ടപ്പാടുണ്ടടാ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയും ഓടാൻ തയ്യാറുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്താൽ മനസ്സിലാവും. കുറേ പേര് വീണ്ടും ഓടാൻ തയ്യാറായി, വീണ്ടും ഓടിയതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കഴിവിൽ വിശ്വസിച്ചിട്ട് ഓടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങളൊരിക്കലും എന്ത് ചെയ്യേണ്ട, വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അത് മാത്രം കേൾക്കുക. എന്താണോ നെക്സ്റ്റ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾ ഫിറ്റ് ആകുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താ നോക്കുക. അത് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ DNAT പോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അതല്ല ഞാൻ എക്സോസ്റ്റഡ് ആണ്, എനിക്ക് വേറൊരു പ്രൊഫഷനും കൂടി നോക്കാം, ഏത് പ്രൊഫഷനും അടിപൊളിയാണ്. ആ പ്രൊഫഷനിൽ എന്ത് ചെയ്യുക, എക്സൽ ആവാന്നുള്ളത് മാത്രമാണ്. സോ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഏത് സമയത്തും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം എല്ലാ കഥകളും കേൾക്കുക. നമ്മളൊരു സർവൈവ് ചെയ്യുന്ന ആൾക്കാർ, വിജയിക്കുന്ന ആൾക്കാർക്ക് കുറേ സമയത്ത് റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്, കുറേ ടൈം ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 12-14 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പം അതിൻ്റെ റിസൾട്ട് ചിലപ്പം നിങ്ങൾ ആ ഒരു വെഡ്ജിൽ എത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ വർഷം റിസൾട്ട് കിട്ടി, ഇനി റിസൾട്ട് കിട്ടാതെ വെഡ്ജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പരീക്ഷണമായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ അതൊരു പാഠമായിട്ട് എടുക്കാം. അടുത്ത വർഷം ഏറ്റവും നല്ല കോളേജിലേക്ക് എത്തിക്കാനുള്ള ഒരു ഫയറായിട്ട്, ഒരു തീയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ പരിഗണിക്കാൻ പറ്റുന്നുണ്ടാവും. സിമിലർലി എക്സോസ്റ്റഡ് ആയ ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊഫഷൻ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് പോകാം. സോ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇത്രയും റിസ്ക് ഉള്ള, ഇത്രയും വിജയശതമാനം കുറവുള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഇതിലുണ്ട് അത് സെലക്ട് ചെയ്ത് ആ ഒരു ലാപ്പ്, ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സക്സസ് ആയ ആൾക്കാരാണ്. നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്യും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ലൈഫ് തന്നെ സക്സസ് ആവും. സോ അതന്നെ എന്ത് ചെയ്യുക, മൈൻഡിൽ വെച്ചതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാവരോടും. ഈ ഒരു വെഡ്ജിൽ നിൽക്കുന്ന ആൾക്കാർ ബാക്കി എൻട്രൻസ് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ലക്കും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്ന് എല്ലാവരോടും എനിക്ക് വലിയൊരു വിശ്വസ് വരാനുണ്ട്. നിങ്ങളുടെ ഓട്ടം നിൽക്കുന്നില്ല. ഗവൺമെൻറ് MBBS കയറുക, അതും വലിയ ഒരു PG എടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.